പിറ്റേ ദിവസം രാവിലെ മന്ത്രിസഭയൊക്കെ വിളിച്ചു കൂട്ടി മന്ത്രിമാരൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതാ എന്താ ചെയ്യേണ്ടത് അന്വേഷിക്കാൻ ഓരോരുത്തരെ ഓരോ ഭാഗത്തേക്ക് പറഞ്ഞേക്കാം. അപ്പോഴാണ് ഈ കംസനെ നോക്കുമ്പോൾ കംസൻ വലിയ ഭക്തനായി തീർന്നിട്ടുണ്ട്. കംസൻ പറഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും പുനരുദ്ധാരണമൊക്കെ ചെയ്യണം, ഭക്തന്മാരെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട് അവരെയൊക്കെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ ദുഷ്ടന്മാരായിട്ടുള്ള മന്ത്രിമാർ എന്ത് ചെയ്തു? ദുർമന്ത്രികളുടെ ദുർമന്ത്രണം ആണ് ഭാഗവതം പറഞ്ഞത്. മന്ത്രിമാർ പറഞ്ഞു ഈ മഹാവിഷ്ണു ഒരു വൃക്ഷമാണെന്ന് സങ്കല്പിക്കുക. വൃക്ഷോ? ആ മഹാവിഷ്ണു വൃക്ഷം. ഒരു വൃക്ഷത്തിൻ്റെ ശക്തി അതിൻ്റെ വേരുകളിലാണ് ഉണ്ടാവുക. ആ വേര് മുറിച്ചാൽ എത്ര തന്നെ വലിയ വൃക്ഷമായാലും കടപുഴകി വീഴും. അപ്പോൾ ഭഗവാനാകുന്ന വൃക്ഷത്തിൻ്റെ വേരുകളാണ് ക്ഷേത്രങ്ങൾ, അവിടേക്ക് വരുന്ന ഭക്തന്മാർ, അതുപോലെ അവിടെ നടക്കുന്ന യജ്ഞങ്ങൾ, അന്നദാനം, പൂജ, ഇതൊക്കെ ഇല്ലാതാക്കിയാൽ എന്താ? ഈ വേര് മുറിച്ചാൽ ഭഗവാന്റെ ശക്തി കുറയുമല്ലോ. ഈ ഭക്തന്മാരെയും ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ കംസൻ എന്തായി? വീണ്ടും പഴയ കംസനെ തീർന്നു. ഇതാണ് സംസർഗജ ദോഷഗുണാ ഭവന്തി. സംസർഗമാണ് നമ്മളെ നല്ലവനും ചീത്തതും ഒക്കെ ആക്കി തീർക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, ആരുടെ കൂടെ കൂട്ടുകൂടുന്നു എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു ഗുണം മാത്രമല്ല, ഗുണവും ദോഷവും നൽകുന്നതാണ് സംസർഗം. നല്ലവരുമായി ചേർന്നാൽ നമുക്ക് നല്ലതായിട്ട് തീരാം. ഇപ്പോൾ ഒരു വാഴനാര് ആരെങ്കിലും ഭഗവാന്റെ കഴുത്തിൽ കൊണ്ടുപോയി ചാർത്താറുണ്ടോ? വാഴനാര് മാല ഉണ്ടോ? ഇല്ല. പക്ഷേ പുഷ്പമാലാനുഷംഗേണ സൂത്രം ശിരസി ധാര്യതേ. ആ വാഴനാര് തന്നെ പുഷ്പങ്ങളുമായിട്ട് യോജിക്കുന്ന സമയത്ത്, ചേരുന്ന സമയത്ത് ആ വാഴനാരിന് ഭഗവാന്റെ കഴുത്തിലെത്താൻ സാധിക്കുന്നു. ഗുണവത് വസ്തു സംസർഗോ യാതി സ്വൽപോ വിഗൗരവം. ഗൗരവമൊന്നുമില്ലെങ്കിലും, ഗൗരവമില്ലാത്തൊരു വസ്തുവാണെങ്കിലും നല്ലവരുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവർക്ക് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നാണ്. എന്നാൽ എത്ര തന്നെ നല്ല വസ്തുവായാലും ഇല്ലേ, ആ സംസർഗം മോശമാണെങ്കിൽ ദോഷമായിട്ട് തീരും. ഏതായാലും ഇവിടെ പൂതന അങ്ങനെ വിഷമൊക്കെ എടുത്ത്, പൂതന വളർത്തമ്മയാണെന്നും പറയുന്നുണ്ട്, മന്ത്രിയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും അവിടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. പൂതന പറഞ്ഞു, എന്തായാലും ആ ജഗദംബിക പറഞ്ഞത് ഇപ്പോൾ അങ്ങയുടെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്നാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഈ അടുത്ത കാലത്ത് ജനിച്ച എല്ലാ കുട്ടികളെയും നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് കാളകൂട വിഷമൊക്കെ ഇട്ട് പൂതന അങ്ങനെ അമ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക്